ഇത്തവണ നാട്ടിൽ പോയിട്ട് വന്നപ്പം ഞങ്ങൾ കുറച്ച് ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ആയിട്ടാണ് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. എപ്പോൾ തന്നാലും ഞാൻ കഴിക്കും. രാവിലെ തന്നാലും ഉച്ചയ്ക്ക് തന്നാലും വൈകിട്ട് തന്നാലും സന്തോഷത്തോടു കൂടി ഞാൻ കഴിക്കും. അപ്പം ഇന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോം ഉള്ള ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരത്തെ ഡിന്നറിന് കുറച്ച് കാച്ചിൽ പുഴുങ്ങാന്ന്. മമ്മി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ വന്ന് അതിനെ നല്ലപോലെ കഴുകിയെടുത്തു. ഭയങ്കര വഴുവഴുപ്പാണ് അതിന്. പണ്ടൊക്കെ നമ്മൾ നല്ല ഫ്രഷ് ചകിരി കൊണ്ട് അതിൻ്റെ പുറം ഉരച്ച് തേച്ച് കഴുകുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പം എനിക്കിവിടെ ചകിരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ ഒരു 3-4 വട്ടം വെള്ളത്തിൽ കഴുകിയെടുത്തു. ആദ്യത്തെ പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയപ്പോൾ ഭയങ്കര കൊഴുത്ത വെള്ളമായിരുന്നു. പിന്നെ ഒരു 4-5 പ്രാവശ്യം കഴുകിയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആ ഒരു വഴുവഴുപ്പ് നല്ലപോലെ മാറിക്കിട്ടി. ഞാൻ അതിനെ കുക്കറിലാണ് അടുപ്പത്തേക്ക് വെക്കുന്നത്. എനിക്ക് എത്ര വെള്ളം വേണമെന്നൊന്നും അത്ര ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാനൊരു ഏകദേശം വെള്ളം ഒഴിച്ച് ഒരു 2-2.5 സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ തുറന്ന പാത്രത്തിലല്ലേ വെച്ചിട്ട് വേവിക്കുന്നത്. കുക്കറിൽ അങ്ങനെ വേവിക്കാറില്ലല്ലോ. പക്ഷെ ഇപ്പൊ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് കുക്കറിലാണ് അടുപ്പത്ത് വെച്ചത്. അപ്പൊ വിചാരിച്ച അതിനെന്തെങ്കിലും കറി ആക്കണ്ടേ. മമ്മി ഉള്ളിച്ചമ്മന്തി ആക്കാൻ പറഞ്ഞിട്ട് ഉള്ളി പൊളിക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടം നമ്മൾ നല്ല വറ്റൽമുളക് വെച്ച് അരച്ച ചമ്മന്തിയാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ വറ്റൽമുളകിന് പകരം പച്ചമുളക് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ആ ഉള്ളിയൊക്കെ കഴുകി വൃത്തിക്കെടുത്തു. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഉള്ളി നല്ലപോലെ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചമ്മന്തിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് വരുന്നായിരുന്നു. ഇവിടെ നോക്ക് ഞാൻ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി കൂട്ടി അരച്ചു. പക്ഷേ ഈ ഉള്ളി ഇത് അരച്ചു വന്നപ്പം ആ ഉള്ളിയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു മുമ്പിട്ട് നിന്നത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഞാനതിനെ മിക്സിയിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നല്ലപോലെ ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതും ടേസ്റ്റ് ആയിരുന്നു. വെച്ചാല് എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണയും അതുപോലെ നമ്മുടെ ചെറുനാരങ്ങയും ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ഇപ്രാവശ്യം നല്ല തണുപ്പാണ്. അപ്പൊ ആ തണുപ്പിലാണത് ഉറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്ന് വെയിലത്ത് വെച്ച് ശരിയാക്കി കൊണ്ടുവന്നതാണ്. എന്നാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഉറഞ്ഞു പോകും. അപ്പൊ അത് ചമ്മന്തി അരച്ച ഒരു സൈഡിൽ വെച്ചപ്പോഴത്തേക്കും കുക്കർ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു വിസിൽ വരാൻ വേണ്ടി വെക്കണോ അതോ അതിന് മുമ്പ് എടുക്കണോന്ന്. പക്ഷെ ഞങ്ങൾ ഒരു വിസിൽ തന്നെ വരാൻ വേണ്ടി കാത്തു നിന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പാകമായിരുന്നു. അപ്പോഴത്തേക്കും നല്ല ഒരു സ്മെല്ലും വന്നു. നോക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞങ്ങൾ അതിനെ പാത്രത്തിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടു. അപ്പൊ എനിക്ക് ഈ ആവി പറക്കുന്ന സ്മെല്ല് വരുമ്പം നമ്മളുടെ ചെറിയ കാലത്ത് കുട്ടിക്കാലത്തെ ഈ ഒരു ഓർമ്മകളാണ് വരുന്നത്. അവിടെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉച്ച കഴിഞ്ഞ് കാച്ചിലും ചേമ്പും ചേനയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതല്ലേ. ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി അച്ഛനെയും മമ്മീനെയും ഒക്കെ വിളിച്ചു. അപ്പം എല്ലാവരും കൂടി വൈകുന്നേരം ഒന്നിച്ചിരുന്ന് ഡിന്നർ കഴിച്ചു. അച്ഛനും മമ്മിക്കും ഏട്ടനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാച്ചിൽ പുഴുങ്ങിയത്.